എസ് ശരൺ, ഇ ഡിയുടെ അടുത്ത നീക്കം എന്താണ്? ഇ ഡിയാണ് രേഖകൾ ആവശ്യപ്പെട്ടിരുന്നത്. പക്ഷേ രേഖകൾ നൽകാൻ ആദ്യം SIT തയ്യാറായിരുന്നില്ല. ഇപ്പോൾ കോടതിയിൽ ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയുടെ അനുമതി ഇപ്പോൾ ഇ ഡിക്ക് ലഭിച്ചിരിക്കുകയാണ്. അപ്പോൾ രണ്ട് അന്വേഷണങ്ങൾ എന്ന രൂപത്തിലാണോ ഇത് മുന്നോട്ട് പോവുക? ഇ ഡി തുടർ നീക്കം എന്ന് പറയുമ്പോൾ മുഴുവൻ രേഖകളും ആവശ്യപ്പെട്ടുകൊണ്ട് സമാന്തരമായൊരു അന്വേഷണം തുടക്കം മുതൽ നടത്താനാണോ സാധ്യത, ശരൺ? സ്മൃതി, ഒരു വശത്ത് SITയുടെ അന്വേഷണം നടക്കുമ്പോൾ തന്നെ മറുവശത്തെ കേന്ദ്ര ഏജൻസി രംഗത്തെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇതിന്റെ വലിയൊരു സാധ്യത ഈ കേസിൽ കണ്ടിരുന്നതാണ്. അതായത് ഈ കടത്തിയ സ്വർണം അത് എന്തിനു വേണ്ടിയൊക്കെയാണ് ഉപയോഗിച്ചത് എന്നുള്ളതും കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നു എന്നുള്ള സംശയമൊക്കെ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ഉണ്ടായിരുന്നതാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ പ്രാഥമിക അന്വേഷണം നടത്തിയിരുന്നത്. അങ്ങനെ പ്രാഥമിക അന്വേഷണം നടത്തിയോടുകൂടി ഈ കേസ് നിലനിൽക്കും എന്നുള്ളൊരു കണ്ടെത്തലിലേക്ക് കൂടി ഇ ഡി എത്തിയിരുന്നതാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് FIR അടക്കമുള്ള രേഖകൾ ചോദിച്ചുകൊണ്ട് കോടതിയിലേക്ക് പോവുകയും ചെയ്തിരുന്നത്. പ്രധാനമായും നമ്മൾ മനസ്സിലാക്കുന്നത് ഈ SIT രജിസ്റ്റർ ചെയ്തിരിക്കുന്ന FIR, ഇതിനു പുറമെ തന്നെ പ്രതികളുടെ റിമാൻഡ് റിപ്പോർട്ടുകൾ, ഒപ്പം തന്നെ ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ട്, ഒപ്പം ഇത് ഓൾട്ടർ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഈ വകുപ്പുകൾ ഓൾട്ടർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ, അങ്ങനെ മൊത്തത്തിലുള്ള വിവരങ്ങളാണ് ഇ ഡി തേടിയിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും വിജിലൻസ് കോടതി അനുമതി നൽകുമ്പോൾ ഇന്ന് തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ഈ രേഖകൾ കിട്ടാനുള്ള സാധ്യതയിലൂടെയാണ് വിരൽ ചൂണ്ടുന്നത്. അങ്ങനെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും 2 ദിവസത്തിനുള്ളിൽ തന്നെ ECIR രജിസ്റ്റർ ചെയ്യാനുള്ള നടപടികളിലേക്ക് ഇ ഡി കടക്കുകയും ചെയ്യും. നമുക്ക് അറിയാം, സാധാരണഗതിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ സംബന്ധിച്ച് ഒരു പരാതി ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ പ്രാഥമിക അന്വേഷണം നടത്തും. അതിനുശേഷം ECIR രജിസ്റ്റർ ചെയ്യും. ECIR രജിസ്റ്റർ ചെയ്ത ശേഷമായിരിക്കും തുടർ നടപടികളിലേക്ക്, വിശദമായ അന്വേഷണത്തിലേക്ക് പോവുകയും ചെയ്യുക. ഇതിനകം 9 പേരെയാണ് SIT ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയുള്ള മുഴുവൻ പ്രതികളെയും ചോദ്യം ചെയ്യാനുള്ള നടപടികളിലേക്ക് ഇ ഡി കടക്കും. ഇതോടൊപ്പം തന്നെ ഈ കടത്തിയ സ്വർണം അത് എവിടേക്കാണ് കൊണ്ടുപോയത്, അതിനുശേഷം എന്തൊക്കെ കാര്യങ്ങളാണ് നടന്നത്, കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നോ എന്നുള്ളതിലൊക്കെ തന്നെ വിശദമായ അന്വേഷണം നടക്കുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായിട്ടും ഉണ്ണികൃഷ്ണൻ പോറ്റിയാണെങ്കിലും A പത്മകുമാർ, N വാസു അടക്കമുള്ള ആളുകളുടെ മൊഴി രേഖപ്പെടുത്താനുള്ള നടപടികളിലേക്ക് കൂടി ഇ ഡി കടക്കുകയും ചെയ്യും. ഇതിന്റെ ആദ്യഘട്ടം എന്ന് പറയുന്നത് ECIR രജിസ്റ്റർ ചെയ്യുകയാണ്. ECIR രജിസ്റ്റർ ചെയ്ത ശേഷമായിരിക്കും ഈ പ്രതികളെ ചോദ്യം ചെയ്യാനുള്ള നടപടികളിലേക്കും ഇ ഡി കടക്കുക. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നമ്മൾ ഇ ഡിയുമായി ബന്ധപ്പെടുമ്പോൾ അവർ പറഞ്ഞിരുന്നത് ഇപ്പോഴുള്ള ഏക തടസ്സം ഈ രേഖകൾ കിട്ടുക എന്നുള്ളതാണ്. നിലവിൽ ECIR രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ FIR അടക്കമുള്ള രേഖകൾ വേണം. അപ്പോൾ രേഖകളാണ് കിട്ടാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇനി മറ്റ് നിയമ തടസ്സങ്ങളൊന്നും തന്നെ അവർക്ക് മുന്നിലില്ല. ഉടനെ തന്നെ ECIR രജിസ്റ്റർ ചെയ്ത വിശദമായ അന്വേഷണത്തിലേക്ക് പോവുകയും ചെയ്യും. ഹരിമോഹനിലേക്ക് പോകുന്നു. ഹരിമോഹൻ, ഇപ്പോൾ SITക്ക് കനത്ത തിരിച്ചടിയായിരിക്കുകയാണ് ഇ ഡിയുടെ വരവ്. SIT നടത്തുന്ന അന്വേഷണങ്ങളെ ഖണ്ഡിച്ചുകൊണ്ടുള്ള വിലയിരുത്തലുകളിലേക്ക് ഇ ഡി പോവുകയാണെങ്കിൽ അതും പ്രശ്നമാണ്. അപ്പോൾ സമാന്തരമായ ഒരു അന്വേഷണം നടക്കുന്നു. SITയുടെ അന്വേഷണം പതുക്കെയാണ് എന്ന വിമർശനം ഇപ്പുറത്ത് പ്രതിപക്ഷം ഉയർത്തുന്നുമുണ്ട്. അപ്പോൾ വലിയ തിരിച്ചടിയല്ലേ ഹരിമോഹൻ? സ്മൃതി, സംശയം വേണ്ട. കാരണം തുടക്കം മുതൽക്ക് തന്നെ ഇ ഡി ഈ കേസ് അന്വേഷിക്കുന്നതിനോട് SITക്ക് എതിർപ്പാണ്. കാരണം സമാന്തരമായ ഒരു അന്വേഷണം നടത്തുന്നത് തങ്ങളുടെ അന്വേഷണത്തെ, അതായത് വളരെ രഹസ്യ സ്വഭാവത്തിൽ നടത്തുന്ന ഒരു അന്വേഷണത്തെ ബാധിക്കുമെന്ന് തന്നെയാണ് SIT പലവട്ടം കോടതികളിൽ ഉന്നയിച്ചത്. ആ പ്രോസിക്യൂഷന്റെ നിലപാട് എന്ന് പറയുന്നത് ഇതിൽ സമാന്തരമായ ഒരു അന്വേഷണം നടത്തിയാൽ കൂടുതൽ പ്രതികളിലേക്ക് എത്തുന്നതിന് അത് തടസ്സമായേക്കും. മാത്രമല്ല, ഇതിനൊരു രഹസ്യ സ്വഭാവമുണ്ട്. തുടക്കം മുതൽക്ക് തന്നെ ഹൈക്കോടതി ആ രഹസ്യ സ്വഭാവം നിലനിർത്തണമെന്ന് SITയോട് ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇതിന്റെ രേഖകളൊന്നും തന്നെ പുറത്തു പോകാതിരിക്കാൻ, ഇതിന്റെ മൊഴിയടക്കം വിവരങ്ങൾ ഒന്നും തന്നെ പുറത്തു പോകാതിരിക്കാനുള്ള ജാഗ്രത SIT കാണിച്ചത്. മാത്രമല്ല, ഹൈക്കോടതി ഇതേവരെയുള്ള അന്വേഷണത്തിൽ ഒരു തരത്തിലുള്ള അതൃപ്തിയും പ്രകടിപ്പിച്ചിട്ടില്ല. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ ഒരു കേന്ദ്ര ഏജൻസി അന്വേഷണം ഏറ്റെടുക്കുന്നത് തങ്ങളുടെ അന്വേഷണത്തെ ബാധിക്കും എന്ന് തന്നെയാണ് SITയുടെ നിലപാട്. ഇപ്പോൾ അത്തരത്തിൽ അനുകൂലമായൊരു തീരുമാനം, ഇ ഡിക്ക് അനുകൂലമായൊരു തീരുമാനം കോടതിയിൽ നിന്ന് വന്നതോടുകൂടി SIT ഇതിൽ പറയുന്നത് കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമപ്രകാരമുള്ള കാര്യങ്ങൾ മാത്രമേ ഇ ഡി അന്വേഷിക്കുകയുള്ളൂ എങ്കിൽ കുഴപ്പമില്ല. പക്ഷെ അതിനപ്പുറത്തേക്ക് കൂടുതൽ കാര്യങ്ങളിലേക്ക് അന്വേഷണം പോവുകയാണെങ്കിൽ അത് വലിയ രീതിയിൽ ഒരു പ്രശ്നം സൃഷ്ടിക്കും. കാരണം ഇത് സംസ്ഥാന സർക്കാരിനെതിരെ വലിയ രീതിയിൽ സംസ്ഥാനത്ത് ഉപയോഗിക്കുന്ന ഒരു വിഷയം കൂടിയാണ്. അപ്പോൾ അതിൽ കേന്ദ്ര ഏജൻസി അന്വേഷണം ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഇതുവരെ തങ്ങൾ നടത്തിയിട്ടുള്ള കണ്ടെത്തലുകൾ, തങ്ങൾ പോകുന്ന വഴികളൊക്കെ തന്നെ ഏതെങ്കിലും നിലയിൽ സ്മൃതി പറഞ്ഞതുപോലെ ഖണ്ഡിച്ചുകൊണ്ട് ഇ ഡി രംഗത്തെത്തുകയാണെങ്കിൽ അത് അന്വേഷണത്തെ കാര്യമായി ബാധിക്കും എന്നുള്ള ഒരു വിലയിരുത്തൽ കൂടി SIT നടത്തുന്നുണ്ട്. കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പ് കാലയളവിൽ വലിയ കാര്യമായിട്ടുള്ള അറസ്റ്റുകളൊന്നും SIT നടത്താത്തതും ഇതൊരു രാഷ്ട്രീയ വിഷയമായി ഉയരുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ്. അതുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ
കഴിഞ്ഞതിന് തൊട്ട് പിന്നാലെ ഒരു മുൻ ഉദ്യോഗസ്ഥനെ കൂടി അറസ്റ്റ് ചെയ്തുകൊണ്ടുള്ള നീക്കത്തിലേക്ക് SIT കടന്നത്. അപ്പോൾ അത്തരത്തിലൊരു സാഹചര്യം സൃഷ്ടിക്കാതിരിക്കാൻ വേണ്ട എല്ലാ കരുതലും ജാഗ്രതയും അന്വേഷണ സംഘം പുലർത്തുന്നുണ്ട്. ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ ED അന്വേഷണം ഏറ്റെടുക്കുന്നത്. അപ്പോൾ EDയുടെ അന്വേഷണത്തിൽ ഈ സംസ്ഥാനത്തിന് വെളിയിലുള്ള എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ, അതുപോലെ രാജ്യത്തിന് പുറത്ത് നേരത്തെ ഹൈക്കോടതി നിരീക്ഷിച്ചതുപോലെ ഈ അന്താരാഷ്ട്ര പുരാവസ്തു കടത്ത് സംഘവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ ഒക്കെ തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് SIT മുന്നോട്ട് വരുന്നത്, അല്ലെങ്കിൽ SIT അതിൽ നടത്തുന്ന കണ്ടെത്തലുകൾ ഒക്കെ തന്നെ തങ്ങൾ നടത്തുന്ന അന്വേഷണത്തെ ബാധിക്കും എന്നുള്ളത് തന്നെയാണ് അവരുടെ നിലപാട്. ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു രീതിയുണ്ട്, അത് ഹൈക്കോടതി അംഗീകരിച്ചതാണ്. മാത്രമല്ല ഇതിന്റെ മെല്ലപ്പോക്ക് നയമല്ല, അല്ലെങ്കിൽ SIT ഹൈക്കോടതിയിലേക്ക് ഈ EDക്ക് നൽകിയിരിക്കുന്ന അനുമതിക്കെതിരെ ഹൈക്കോടതിയിലേക്ക് നീങ്ങാനുള്ള സാധ്യത എത്രത്തോളമാണ്? നിലവിൽ അത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തിയില്ലെങ്കിൽ പോലും അത്തരം കൂടിയാലോചനകൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഇപ്പോൾ കൊല്ലം വിജിലൻസ് കോടതിയാണ് ഇതിലൊരു ഉത്തരവുമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മേൽക്കോടതിയെ സമീപിക്കാൻ, ഹൈക്കോടതിയെ സമീപിക്കാനുള്ള തീരുമാനത്തിലേക്ക് SIT ഒരു ആലോചന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ഏത് രീതിയിലൊക്കെ എതിർപ്പ് രേഖപ്പെടുത്താം, മാത്രമല്ല സാങ്കേതികമായി തന്നെ ഈ അന്വേഷണം നിലവിലുള്ള അന്വേഷണത്തെ ബാധിക്കും എന്നുള്ളത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രോസിക്യൂഷൻ ഹൈക്കോടതിയെ സമീപിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല ഈ സാഹചര്യത്തിൽ. കാരണം മുൻപ് ഈ ഇത്തരത്തിൽ ഹർജി സമർപ്പിക്കുന്ന സമയത്തൊക്കെ തന്നെ SITയുടെ ഭാഗത്ത് നിന്ന് എതിർപ്പ് വന്നിട്ടുണ്ട്. ഒരു ഘട്ടത്തിൽ പോലും അനുകൂലമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിച്ചിട്ടുമില്ല. അതുകൊണ്ട് നിയമപരമായ നടപടികളിലേക്ക് തന്നെ SIT പോയാലും അത്ഭുതപ്പെടേണ്ടതില്ല. ശരി.